കൊല്ലം ചവറയിലെ കൊത്തൻകുളങ്ങര ക്ഷേത്രത്തിലാണ് ആഗ്രഹ പൂർത്തീകരണത്തിനായി പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ചമയ വിളക്കെടുക്കുന്നത്. ആമ്പിള്ളാര് ഒരുങ്ങി ഇറങ്ങിയാൽ സ്ത്രീകളെ വെല്ലുന്ന ലുക്കായി പോകുന്നു അല്ലേ സുഹൃത്തുക്കളെ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമന്റ് ചെയ്തിട്ട്. എനിക്ക് അങ്ങനെയാണ് കണ്ടപ്പോൾ തോന്നിയത്. കൊല്ലം കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന ആൾക്കാർ അവിടുത്തെ ആചാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ വേണ്ടിയിട്ട് പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി അവിടെ ഓരോ പൂജകളും വിളക്കെടുപ്പും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അവിടെ ഉള്ളത്. തന്റെ ആഗ്രഹം സാധിച്ചതിന് ശേഷം വന്ന് വിളക്കെടുക്കാറും ഉണ്ട്. അങ്ങനെ വർഷത്തിലൊരിക്കൽ അവിടെ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ വർഷവും നടക്കുന്നതാണ്. പക്ഷെ അവിടെ വരുന്നതെല്ലാം ഈ വിളക്കെടുക്കാനായിട്ട് വരുന്ന ആൾക്കാരെല്ലാം പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിയവരാണ്. അങ്ങനെ ഉള്ളവരാണ് അവിടെ വരുന്നതും വിളക്കെടുക്കുന്നതും ആ ആചാരപ്രകാരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ നടത്തുന്ന ഓരോ ആചാരങ്ങൾ കൊണ്ട് മറ്റൊരാൾക്ക് ദോഷമില്ലെങ്കിൽ ആ ആചാരം നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്തായാലും ഇങ്ങനെ സ്ത്രീവേഷം കെട്ടി വന്ന പുരുഷന്മാർ ഒന്ന് രണ്ട് പേരെ ഞാനൊന്ന് പരിചയപ്പെടുത്താം, നമുക്ക് കണ്ടു നോക്കാം. സ്ത്രീകളെ വെല്ലുന്ന ലുക്കിലാണ് വന്നിരിക്കുന്നത്. സത്യം പറയാലോ, ഉള്ളായിരം പറയാലോ. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ഇനി ഒരു കൊച്ചു പയ്യൻ ഉൾപ്പെടെ തന്റെ ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇതുപോലെ വിളക്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ആ പയ്യൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പഠിക്കാണോ? എത്രാം ക്ലാസ്സിലാ? എട്ടിലോ? നല്ല ഭംഗിയായിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ വരെ തന്റെ ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടി സ്ത്രീവേഷം കെട്ടി അവിടെ പോവുകയാണ്. അവിടെ ഭദ്രകാളി ദേവി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അവിടുത്തെ ആചാര രീതികൾ എനിക്ക് അറിയത്തില്ല, എങ്കിലും അങ്ങനെ കുറച്ച് ആചാരങ്ങളാണ് അവിടെ ഉള്ളത്. ഓക്കെ, ആർക്കും ഒരു പ്രശ്നമില്ലാത്തൊരു ആചാരം, ആർക്കും ഒരു ദോഷമില്ലാത്തൊരു ആചാരം. ആ ആചാരം നല്ലതെന്ന് വിശ്വസിക്കുന്നവൻ തന്നെയാണ് ഞാൻ. എന്നാൽ ഈ സദാചാര ഓളികൾ അല്ലെങ്കിൽ കുറെ നാറികൾ എവിടെ പോയാലും ഉണ്ടാവുമെന്ന് പറയല്ലേ, നമ്മളെ ഡൊമക്സ് അടിച്ചതിന് ശേഷം ജാകാത്ത കീടാണുക്കൾ പെർസെന്റേജ്, അതുപോലത്തെ കുറച്ച് നാറികൾ എല്ലായിടത്തും ഉണ്ടേ. നമ്മുടെ ജാസി എല്ലാവർക്കും അറിയാം. ജാസി ഇവിടെ ഒരുപാട് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ കയറാനുള്ള തിടുക്കത്തിലുമാണ്. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു വിഷയം കൂടി ഇപ്പൊ വന്നിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾ എല്ലാവരും സപ്പോർട്ടാണ്. ഞാൻ ജാസിയുടെ പ്രവൃത്തിയിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ജാസി ചെയ്യുന്ന പ്രവൃത്തികളൊന്നും ഞാൻ ഇതുവരെ യോജിച്ചിട്ടില്ല, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ റീസെന്റ് നടന്ന ഇഷ്യൂ അത് പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനത്തെ അപരാധം കാണിക്കുന്ന നാട്ടുകാരുണ്ടെങ്കിൽ അവന്മാരെ പിടിച്ച് കിണ്ടി പുറത്തെറിയേണ്ട സമയം കഴിഞ്ഞു. എല്ലാ നാട്ടിലും കാണും ഇതുപോലത്തെ നാറികൾ. പിന്നെ ജാസിയെ എന്തുകൊണ്ട് അവിടെ ഇട്ട് ഇങ്ങനെ ഒരു വട്ടം ചുറ്റിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജാസിയെ ചൊറിഞ്ഞതാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞ കേസ് തന്നെയാണ്. ജാസി അങ്ങോട്ട് വന്നപ്പോൾ ജാസിയെ തടഞ്ഞ്, നീ വിളക്കെടുക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാ കയറുന്നതെന്നുള്ള രീതിയിലായി ചോദ്യങ്ങളും ഉത്തരങ്ങളും, അവിടെ കുറച്ച് തർക്കങ്ങളും. പക്ഷെ ജാസിയുടെ വളരെ മാന്യമായിട്ട് പെരുമാറി. എന്നാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അതായത് ജാസിയുടെ ഭഗവതിയെ തൊഴാൻ വേണ്ടി വന്നു. ജാസിയുടെ ഫ്രണ്ട് വിളക്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെയാണ് ജാസി കൂടെ വന്നതും ഭഗവതിയെ തൊഴാൻ വന്നത്. എന്തുവാടെ ഭഗവതിയെ തൊഴാൻ സമ്മതിക്കത്തില്ല നാട്ടുകാരെ നാറുകളെ. നിന്റെയൊക്കെ എന്ത് കുന്തളിപ്പാണ്ടാ നീയൊക്കെ അവിടെ കാണിക്കുന്ന പട്ടി ഷോ. അതിന്റെ അപ്പുറം നിന്നിലൊക്കെ എനിക്കൊരു തേങ്ങയും കാണാൻ പറ്റുന്നില്ല. അമ്മാതിരി പട്ടി ഷോ അപരാധമാണ് നീയൊക്കെ അവിടെ കാണിക്കുന്നത്. വലിയ വലിയ പുണ്യാളന്മാരാവുകയാണ്. ആചാരങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും. ഞാൻ ഒരു ആചാരത്തെ ബ്രേക്ക് ചെയ്യാനോ ഒരു ആചാരത്തിനെതിരെ സംസാരിക്കാനോ പോകാറില്ല. എന്നാൽ മറ്റാർക്കെങ്കിലും ദോഷമുണ്ടാകുന്ന ആചാരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കും. പക്ഷേ ഇവിടെ ജാസി അവിടെ തൊഴാൻ വന്നു കഴിഞ്ഞാൽ എന്തിടാ നിനക്കൊക്കെ തൊഴാൻ സമ്മതിക്കാൻ പറ്റത്തില്ല. നീ ആരുടെ നാട്ടുകാരെ നാറികളെ പരനാറികളെ ബാക്കി വിളക്കെടുക്കാൻ വന്ന ആള് റോഡ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഞാൻ പകരം തൊഴാൻ വേണ്ടി ഇപ്പൊ വന്നേ ഉള്ളൂ ഞങ്ങൾ. ഇപ്പൊ പോയതാള് എന്താടാ തൊഴാൻ വന്നു കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ലേ? ജാസിയുടെ ഫ്രണ്ട് വിളക്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ആഗ്രഹം സബലീകരിക്കാനോ അല്ലെങ്കിൽ സബലീകരിച്ച ആഗ്രഹത്തിന് ഇതായിട്ടോ വിളക്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു.
പക്ഷെ ഇവിടെ ജാസി ആരും സമ്മതിക്കുന്നില്ലടേ. എന്തുവാടെ അങ്ങോട്ട് തൊഴാനും വിടത്തില്ല, ഒന്നിനും വിടത്തില്ല. എന്താ ഇവിടെ പ്രശ്നം? അതാണ് ഞാൻ പറഞ്ഞത്. ജാസി ഒന്നാതെ ഈ സോഷ്യൽ മീഡിയയിൽ നല്ല വൈറലാണ്, അത്യാവശ്യം നല്ല നെഗറ്റീവും ഉണ്ട്. അപ്പൊ ആ സമയത്ത് ജാസി കയറി ഒന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അണ്ണന്മാർക്ക് റീച്ച് കിട്ടുക, അല്ലെ അണ്ണന്മാരെ ജനങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണോ നിന്റെയൊക്കെ എങ്കിൽ നാറിയ മൈൻഡ് സെറ്റ് ആയിപ്പോടെ. ഞാൻ ഉള്ള കാര്യം പറയാം, ഇങ്ങനെ ചൊറിയാൻ നിൽക്കരുത്. ഇതൊരുമാതിരി മറ്റേ അടുത്ത പരിപാടിയാണ്, ഡാഡി ഇല്ലാത്ത പരിപാടി എന്നൊക്കെ പറയത്തില്ല. അമ്മാതിരി ഒരു പരിപാടിയാണ് ഈ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഞാൻ നാട്ടുകാരെ ഉറപ്പായിട്ട് ഞാൻ പറയും, ഇതാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. നാറിയ പരിപാടി കാണിക്കുന്നവരെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഉള്ള കാര്യം പറയാം. ഞാൻ തെറ്റ് കണ്ട തെറ്റെന്ന് പറയും. അതിപ്പോൾ ട്രാൻസ് ആയാലും അല്ലാത്ത ആൾക്കാരായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഏത് മാങ്ങാത്തൊലി ആയാലും തെറ്റ് കണ്ടാലും തെറ്റെന്ന് പറയും. ഇവിടെ ജാസിയുടെ ഭാഗത്ത് ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. വളരെ മാന്യമായിട്ടാണ് ജാസി നിൽക്കുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ ഗതികേടെന്ന് പറയാം കുറച്ച് കാര്യങ്ങൾ ഇനി അങ്ങോട്ടുണ്ട്, കണ്ടു നോക്കാം. 5 മുമ്പ് ആള് പോയത് നിങ്ങളെ വീഡിയോസ് ഒന്ന് കാണിച്ചു കൊടുത്ത്, ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കാം. എടുത്ത വീഡിയോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ വ്യക്തിയാണ്, അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. സ്ത്രീയായി മാറിയ വ്യക്തിയാണ്. ഗതികേട് അല്ലാതെ എന്ത് പറയാൻ. ഗതികേട്. ഫോണിൽ ഞാൻ വിളക്കെടുക്കാമല്ലോ വന്ന കൂട്ടുകാരിയുടെ വന്നതെന്ന് വീഡിയോ സഹിതം എടുത്ത് കാണിച്ചു കൊടുത്ത ആ നാറികളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഒരു ഗതികേട്. അതിന്റെ അപ്പുറം എനിക്ക് ഇതിലൊന്നും പറയില്ല. പിന്നെ ജാസിയുടെ പറയുന്നുണ്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് സ്ത്രീയായി മാറിയ വ്യക്തിയാണെന്ന്. ട്രീറ്റ്മെന്റ് കഴിയാതിരിക്കുക എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ കാര്യമാണ്. പക്ഷെ അതല്ല ഞാനിവിടെ പറയുന്നത്, ആ ഒരു വിഷയത്തിലോട്ടല്ല. പക്ഷെ അതുവരെ പറഞ്ഞ് ഇവന്മാരെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഒരു ഗതിയായിട്ട് ജാസിക്കുണ്ടായി. ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ. ഒട്ടും വലിയ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ജാസി. കാരണം കാണിക്കുന്ന കണ്ണൻ തിരിവുകളൊക്കെ എനിക്ക് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഈ കാര്യത്തിൽ 1% പോലും ജാസിയുടെ ഭാഗത്ത് തെറ്റില്ല. ഗതികെട്ട ഒരവസ്ഥ, അതേ എനിക്ക് പറയാനുള്ളൂ. ഗതികെട്ട ഒരവസ്ഥ. നോർമലി എവിടെ ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ നമുക്ക് സന്തോഷമാണ്. വളരെ വളരെ നല്ല കാര്യം. പക്ഷേ പബ്ലിക്കിൽ നിങ്ങൾ വിളക്കുമായിട്ട് വരുന്ന ആളാണ്, മനസ്സിലായോ? അതൊരു ഐതിഹ്യത്തിന് വളരെ മോശമാണ്. അതുകൊണ്ടാ പറഞ്ഞത്. അയ്യോ ചേട്ടന്റെ ഐതിഹ്യത്തിന് വളരെ അങ്ങ് മോശമായ. എങ്ങനെയാണെങ്കിൽ ഐതിഹ്യം വേണ്ട. എന്ത് ഐതിഹ്യം? എന്തുവാടാ ഇത്? ഐതിഹ്യത്തിന് വളരെ അങ്ങ് മോശമായിപ്പോയി. പിന്നെ മുത്തു ഒഴിഞ്ഞുപോയി. എന്തുവാടാ ഇങ്ങനത്തെ ബോധമില്ലാത്ത വർത്തമാനം ഒന്നും പറയില്ല. ഏതൊരു പറട്ടക്കളവനാണ് ആ സൗണ്ട് കേൾപ്പിച്ചത്. അത് സൗണ്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. നാറികള് ചുമ്മാ ചൊറിയാൻ വന്നതാ. ഇവര് സോഷ്യൽ മീഡിയയിൽ റീച്ചായിട്ട് നിൽക്കുന്നത് ഇവന്മാർക്കൊക്കെ അറിയാം. ഇന്ന് കളവന്മാർ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതാണല്ലോ. കളവന്മാരെ താഴ്ത്തിക്കെട്ടുന്നല്ല കേട്ടോ, ഇതുപോലത്തെ അപരാധികൾ തന്നെയാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയുള്ള നാറികൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവന്മാർക്കൊക്കെ ജാസി അറിയാം. അതുകൊണ്ട് നൈസായിട്ടൊന്ന് കയറി ചൊറിഞ്ഞതാണ്. എനിക്ക് അതാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ എന്തുവാടെ നീയൊക്കെ കാണിക്കുന്നത്? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മുന്നേ ഒരു ട്രാൻസ്ജെൻഡറിന് ഇതുപോലത്തെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അവർ പറയുന്നതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. തൊഴാൻ പോണെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് ഉണ്ടായൊരു മോശം അനുഭവം എന്ന് പറയുന്നത്, ഞാൻ അമ്പലത്തിലെ സർജറിക്ക് ശേഷം തൊഴാൻ പോയപ്പോൾ എന്റെ മേത്ത് കയറിയ ആളുകൾ പിടിച്ചു. അത് പലതരം മനുഷ്യരുണ്ട്. ഇപ്പൊ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ശരി, ഇനി സിസ്ജെൻഡർ സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒക്കെ പലതരം മനുഷ്യരുണ്ട്. അത് കൊലപാതകനും പിടിച്ചുപറിക്കാരും ഇത്തരത്തില് മേത്തുകറി പിടിക്കുന്ന ആൾക്കാരും പലതരം മനുഷ്യരുണ്ട്. അത്തരം താല്പര്യമുള്ള ആളുകൾ തമ്മിൽ എന്തോ ആവുന്നത് പോലെയല്ല. ഇത്തരം വിഷയങ്ങളോട് താല്പര്യമില്ലാതെ അമ്പലത്തിൽ ദേവിനെ തൊഴാനായിട്ട് പോയ എന്റെ ദേഹത്ത് കയറി പിടിച്ചു. അമ്പലത്തിൽ ദേവിയെ തൊഴാൻ പോയ ഇവരുടെ ദേഹത്ത് കയറി ഏതോ നാറികൾ പിടിച്ചെന്ന്. എന്തുവാടാ ഇവിടെ നടക്കുന്നത്? ഈ ട്രാൻസ്ജെൻഡേഴ്സിന് പൊതുവെ ഒരു താല്പര്യക്കുറവുണ്ട്. സീരിയസ്ലി ഞാൻ വിമർശിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇന്നലെ കൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വേറൊന്നുമല്ല, അങ്ങനത്തെ അപരാധം കാണിക്കുന്നവർ. അത് ട്രാൻസ്ജെൻഡറിൽ മാത്രമല്ല, അല്ലാത്ത സാധാ ആണുങ്ങളിലായാലും പെണ്ണുങ്ങളിലായാലും മനുഷ്യരിലെല്ലാം ഉണ്ട്. അവരെല്ലാവരും ഞാൻ വിമർശിക്കാറുണ്ട്. പിന്നെ ഒരു കമ്മ്യൂണിറ്റിയെ നാണം കെടുത്തുന്ന രീതിയിൽ കുറെ പേര് അങ്ങനെ ഇറങ്ങി തിരിക്കാറുണ്ട്. അവരെയൊക്കെ ഞാൻ വിമർശിക്കാറുണ്ട്. അതിപ്പോൾ ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ ട്രാൻസിനായിക്കോട്ടെ ആരെ ആയിക്കോട്ടെ, നാണം കെടുത്തുന്ന രീതിയിൽ ഇറങ്ങുന്നവരെ ഞാൻ വിമർശിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഈ ജാസിയുടെ ഭാഗത്ത് ഒരു തെറ്റും തോന്നിയില്ല. അതുപോലെ തന്നെ ഇവർ പറയുന്നതിലും എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല. ഇതൊക്കെ എന്തുവാ കാണിക്കുന്നത്? ഇവരോടൊക്കെ ഇത്ര അങ്ങ് ഇതാവേണ്ട കാര്യമൊന്നുമില്ല. കയറി മെക്കിട്ട് കയറി ഞെരുങ്ങി കഴിഞ്ഞാൽ ആരും ചോദിക്കാൻ വരത്തില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ നോക്കിയും കണ്ടൊക്കെ നടക്കുന്നതായിരിക്കും ബെറ്റർ. കുറച്ചുപേര് വട്ടം കൂടി നിന്നു, നമ്പർ ചോദിച്ചിട്ടും അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു സംഭവം ഏതാണ് ഉണ്ടായിരുന്നത്.
അതിനുശേഷമാണ് ഞാൻ ഉത്സവ സമയങ്ങളിൽ അവിടെ തൊഴാൻ പോകാത്തത്. എനിക്ക് ഉത്സവങ്ങളും അല്ലെങ്കിൽ പൂരപ്പറമ്പും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതൊക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ കൊറ്റത്തമ്പലത്തിൽ പോയിട്ട് എനിക്ക് 2 വട്ടം എൻ്റെ ആഫ്റ്റർ മൈ സർജറി ഞാൻ 2 വട്ടം അവിടെ തൊഴാൻ പോയപ്പോഴും എനിക്ക് ഇത്തരം മോശം അനുഭവമാണ് ഉണ്ടായത്. ഇത്രയും സദാചാരം പറയുന്ന ആളുകൾ, ഇപ്പൊ ജാസി അവിടെ തൊഴാനായിട്ട് വന്ന സമയത്ത് ഇത്തരം രീതിയിൽ പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിന് മനുഷ്യരുടെ മേഘത്ത് കയറി പിടിക്കുന്ന, അല്ലെങ്കിൽ അമ്പലം പോലെ അല്ലെങ്കിൽ അത്രയും വിശ്വാസമുള്ള പരിശുദ്ധമായുള്ള സ്ഥലത്ത് തൊഴാൻ വരുന്ന ഒരു ഭക്തരുടെ അടുത്ത് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്ന ആളുകൾക്കെതിരെ റിയാക്ട് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? നമ്മളെ പോലെ കണ്ടേ നമ്മൾ ഇതൊക്കെ കണ്ട് റിയാക്ട് ചെയ്യും, അതുള്ള കാര്യമാണ്. ഞാൻ ഇത് കണ്ട് റിയാക്ട് ചെയ്യുന്നു. ഇതുപോലത്തെ നാറുകളെ നമ്മൾ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇതിന്റെ പേരിൽ എന്നെ ചീത്ത വിളിച്ചാൽ എനിക്കൊരു തേങ്ങയില്ല, അത് വേറെ സത്യം. ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനുഷ്യർ തന്നെയുടെ ഇല്ലെന്നൊന്നും പറയുന്നില്ല. അല്ലാണ്ട് അവരെ ഇങ്ങനെ പുച്ഛിച്ചും അവര് പുച്ഛത്തോടെ കാണേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ തെറ്റ് ചെയ്യുന്നവർ അങ്ങനെ തന്നെ കാണുകയും വേണം. അതിപ്പോ ഏതൊരു ഇതിലായി ഞാൻ പറഞ്ഞില്ല, ഇവര് ചില ഷോകളൊക്കെ റോഡിൽ കിടന്ന് കാണിക്കും. ഏത് ഒരു വൃത്തികെട്ട രീതിയിൽ, ഒരു വൾഗാരിറ്റി നിറഞ്ഞ രീതിയിൽ, അത് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. 1% പോലും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. പിന്നെ റോഡിൽ രാത്രി കാലഘട്ടങ്ങളിൽ നിന്ന് കാണിക്കുന്നത്, അതും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. അതുപോലത്തെ പരിപാടികളൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അല്ലാണ്ട് അവർക്കൊരാപത്ത് വന്ന് അല്ലെങ്കിൽ അവർക്ക് ഇത്രയും ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതിൽ വേറെ ഒരു മാറ്റവും ഇല്ല. ഒരു മാറ്റവും ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല. അതിന്റെ ഇടയിൽ ഏത് നാട്ടുകാർ നാറികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് അലക്കും. സംസാരിക്കാത്ത എന്താണ്? ഞാൻ ഒരു അമ്പലക്കമ്പലക്കാരെ ഞാൻ കണ്ടിട്ടില്ല. അതൊന്നും നാട്ടിൽ ദോഷമേ അല്ലേ? ഞാൻ ഇന്നേ വരെ കൊറ്റംകുളങ്ങര അമ്പലത്തിലെ ഉത്സവത്തിന് ഇതേ വരെ പോയിട്ടില്ല. അല്ലാതെ കൊറ്റംകുളങ്ങര അമ്പലത്തില് തൊഴാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇപ്പൊ രഞ്ജമ്മയുടെ കൂടെ ആണെങ്കിലും ശരി. പണ്ട് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ടു കൊല്ലം വഴി ട്രിവാൻഡ്രം ടു എറണാകുളം വരെയാണ് കാറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി പ്രാർത്ഥിച്ചിട്ട് തന്നെ വരുള്ളൂ. അപ്പം അത്രയും വിശ്വാസമുള്ള ഒരു ഇടം തന്നെയാണ്. പക്ഷെ ഉത്സവത്തിന് ഞാൻ പോയിട്ടില്ല. കാരണം എന്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. കാരണം ഉത്സവത്തിന് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മളെ അടുത്ത് പലരും കാണിക്കുന്ന അപ്രോച്ചസ് അത് ഭയങ്കര വിയേർഡാണ്. അപ്പൊ അത് കാരണം എനിക്ക് ഒന്നാമത് എനിക്ക് ക്രൗഡ് അതൊക്കെ ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു സ്പേസ് ആണ്. ഇങ്ങനെ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളൊക്കെ കുറെ നേരം ഒന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ പോവാത്തത്. പക്ഷെ അങ്ങനെ അവിടെ വന്നിട്ടുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ സദാചാര ബോധം തന്നെയാണ് എന്ന് ഉന്നയിച്ചുകൊള്ളുന്നു. കാരണം ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ പോയിട്ടില്ലാത്തൊരു സ്ഥലമാണ് അത്. എനിക്ക് പേഴ്സണലി അങ്ങനെ ദൈവവിശ്വാസമൊന്നും ഇല്ലാത്ത ഒരാളായത് കൊണ്ടും പിന്നെ ഈ പറഞ്ഞ രീതിയിൽ അവിടുത്തെ ഐതിഹ്യം അനുസരിച്ച് പുരുഷാംഗനന്മാരാണ് വിളക്കെടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടും കൂടിയായിട്ടാണ് ഞാൻ അവിടെ പോവാത്തത്. പക്ഷെ ഒരു അമ്പലം എന്ന നിലയിൽ അവിടെ ആൾക്കാർക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല, തൊഴാൻ പാടില്ല, അങ്ങനത്തെ നിയമങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അല്ല, ഇൻസിഡന്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനവിടെ തൊഴാൻ ചെന്നപ്പോൾ കുറച്ച് ആളുകൾ അവരെന്റെ അടുത്ത് വന്നിട്ട് നേരത്തെ കുറച്ച് ആളുകൾ വന്ന് നമ്പറൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കാണ്ട് ഞാൻ മുമ്പോട്ട് ഞാൻ അവിടെ തൊഴാൻ പോയിരിക്കില്ല. ഞാൻ ആൾക്കാരെ കാണാനോ അല്ലെങ്കിൽ ആണുങ്ങളെ കാണാനോ വേണ്ടിയിട്ടല്ല അമ്പലത്തിൽ പോയിട്ടുള്ളത്. അപ്പൊ കുറച്ച് പേര് നമ്പറൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ മൈൻഡ് പോലും ചെയ്യാണ്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പൊ കുറച്ച് ആളുകൾ കൂട്ടം കൂടിയിട്ട് വന്നിട്ട് എന്റെ അടുത്ത് ഇതുപോലെ ഇതല്ലേ ഇങ്ങനെയൊക്കെ സംസാരിച്ചു. ഞാൻ ഭയങ്കര തറപ്പിച്ച് നോക്കിയാണ് അവർ ചെയ്തത്. അവിടെ ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നു. അപ്പൊ എനിക്കിപ്പോ ജാസ്തിയുടെ വീഡിയോ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റി. സോ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേര് വേറെ ഉണ്ടാവും. സദാചാരം മാറിയോ അല്ലാണ്ട് എന്ത് പറയാൻ? ഇങ്ങനത്തെ കഴിപ്പണം കെട്ടവന്മാര് കാരണമാണ് നാട് നന്നാവത്തത്. അവന്റെയൊക്കെ സദാചാരം. എങ്കിൽ പോവേണ്ട സ്ഥലത്തും പ്രതികരിക്കേണ്ട സ്ഥലത്തും പ്രതികരിക്കും ഇല്ല. ഇതുപോലത്തെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറി പ്രതികരിച്ച് നാട്ടുകാരെ ഊക്കും വാങ്ങിച്ച് പിടിക്കുന്ന കുറെ നാറികൾ. ഇതിനെയൊക്കെ പറ്റിയിട്ട് നിങ്ങൾ ജനങ്ങൾ കമന്റ്. എനിക്ക് ഇതിനെയൊക്കെ പറ്റി കൂടുതൽ പറയാം. ഞാൻ പറഞ്ഞ വാക്ക് കിട്ട വാക്കായിരിക്കും വായിന്ന് വരുന്നത്. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.